പൊതിച്ചോറ് മലയാളികൾക്ക് എക്കാലവും ഒരേപോലെ പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമാണല്ലേ. എനിക്കങ്ങനെ പൊതിച്ചോറിനെ പറ്റി വലിയ ഓർമ്മകളൊന്നുമില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴോ ഒന്ന് കഴിച്ച ആ ഒരു ഓർമ്മയല്ലാതെ മറ്റ് പറയത്തക്ക ഓർമ്മകളൊന്നും അതിൻ്റെ സ്വാദോ മണമോ ഒന്നും ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ. പൊതിച്ചോറെന്ന് പറയുമ്പോൾ കാരൂർ നീലകണ്ഠ പിള്ളയുടെ പൊതിച്ചോറ് എന്നൊരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പണ്ട് എപ്പോഴോ വായിച്ചതാണ്. അപ്പോൾ മഴയൊക്കെയായി പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്നാൽ പിന്നെ ഇന്നൊരു പൊതിച്ചോറുണ്ടാക്കി കളയാമെന്ന് കരുതി. നമ്മുടെ പരീക്ഷണം നമ്മുടെ അടുക്കളയിൽ അത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള വിഭവങ്ങളെല്ലാം തട്ടിക്കൂട്ടി ഒരു കുഞ്ഞു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതി. കോരിച്ചൊരിയുന്ന മഴ അല്പം ശാന്തമായപ്പോൾ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങി 1-2 വാഴയിലകൾ അങ്ങ് പറിച്ചെടുത്തു. അങ്ങനെ പൊതിച്ചോറ് കെട്ടാനുള്ള ഒരുക്കായി. എനിക്കറിയാവുന്ന പോലെ ഞാൻ എല്ലാ കറികളും തട്ടിക്കൂട്ടി അതിനകത്തേക്ക് വെച്ച് ഒരു മുട്ട വറുത്തതും ഭംഗിക്ക് വെച്ചു കേട്ടോ. അങ്ങനെ എനിക്കറിയാവുന്ന പോലെ ഞാനത് കെട്ടി. ഉച്ചയായപ്പോൾ ഞാനതങ്ങ് തുറന്നു. എന്താ പറയുക, അടിപൊളി ടേസ്റ്റി ആയിരുന്നു. ഞാൻ ആസ്വദിച്ചങ്ങ് കഴിച്ചു.